അസാധാരണ സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത്. പാതിവില തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു വിഷയം ഉന്നയിക്കാനിരുന്നത്. എന്നാൽ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിനിടെ പൊടുന്നനെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പാതിവില തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഒളിച്ചോട്ടം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കി നിയമസഭ പിരിഞ്ഞു. എസ് ശ്രീജ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഇന്ന് നിയമസഭയിൽ പ്രധാനമായും കണ്ടത് പ്രതിപക്ഷം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പ്രകാരം സഭയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. കാരണം അടിയന്തര പ്രമേയത്തിന് സ്വാഭാവികമായും SC/ST വകുപ്പിലെ ഫണ്ട് സർക്കാർ വെട്ടിച്ചുരുക്കി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ നോട്ടീസിന്മേൽ മന്ത്രിമാരായ OR കേളു, അതോടൊപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവർ മറുപടി പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ സാധാരണ രീതിയിലെ പോലെ തന്നെ വാക്കൌട്ട് പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുകയായിരുന്നു. ആ വാക്കൌട്ട് പ്രസംഗം അത് ഒരു 10 മിനിറ്റ് വരെയും ഒരു തരത്തിലും സ്പീക്കർ പോലും ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. അതിനുശേഷം 9 മിനിറ്റ് പിന്നിട്ട് 10 മിനിറ്റ് ആകുമ്പോഴാണ് സ്പീക്കർ പോലും പറയുന്നത് പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം, അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ നൽകിയത്. പക്ഷേ അതിനുശേഷം പിന്നീട് കണ്ടതെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെയും അവരുടെ രീതി തന്നെ ആകെ മാറുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. കാരണം പെട്ടെന്ന് തന്നെ ക്ഷുഭിതനാകുന്നു പ്രതിപക്ഷ നേതാവ്, സ്പീക്കറോട് കയർക്കുന്നു. ഇത്തരത്തിലാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കാനില്ല എന്നുള്ള നിലപാടിലേക്ക് അടക്കം കടക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ ഉടൻ തന്നെ അവരുടെ സീറ്റുകളിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു, സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുള്ള ഒരു പ്രതിഷേധം ആ രീതിയിലായിരുന്നു പിന്നീട് സഭയുടെ നടുത്തളം കണ്ടത്. കാരണം ഇത് ഭരണപക്ഷത്ത് നിന്നുള്ള അംഗങ്ങളും ഇത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ ഒരു വിഷയം ഇതിന് ശേഷം അടിയന്തര പ്രമേയത്തിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം സഭയിൽ നടക്കേണ്ടിയിരുന്നത് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കലാണ്, അതിനുശേഷം സബ്മിഷനാണ്. ഈ സബ്മിഷനിൽ പ്രധാനമായും ആദ്യ സബ്മിഷനായി അവതരിപ്പിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് പാതിവില തട്ടിപ്പായിരുന്നു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സബ്മിഷൻ അവതരിപ്പിക്കാൻ അനുമതി തേടിയിരുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ട വ്യക്തി മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കേസിൽ ഉൾപ്പെടുന്ന പ്രതിയുടെ വിവരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിലെ നേതാക്കളുടെ പേരുകൾ പ്രധാനമായും ഉയർന്നു വരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയും എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ പ്രതിപക്ഷത്തിന് ധാരണയുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ലീഗിൻ്റെ MLA ഉൾപ്പെടെയുള്ള പേരുകൾ വന്നിരുന്നു. ആ വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയായി വരും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക അത് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ച മന്ത്രിമാരും അംഗങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയും ചെയ്തത്. പ്രതിപക്ഷം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്ലക്കാർഡുകളെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഇത് നമ്മുടെ ഈ സഭയിൽ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കൂടി പറയുന്നു. ഏതായാലും അതിനുശേഷം കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവിന് പോലും ആയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതേ തുടർന്ന് സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധമുണ്ടാകുന്നു. തുടർന്ന് സ്പീക്കർക്ക് സഭാ നടപടികൾ വേഗത്തിലാക്കേണ്ടി വരുന്നു. ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ വേഗം മറുപടി പറഞ്ഞതിന് ശേഷം മറ്റ് സബ്മിഷനുകളിലേക്ക് കടക്കുന്നു. വേഗം മന്ത്രിമാർ അവരുടെ ഉത്തരങ്ങൾ ടേബിൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 2 നിർണായക ബില്ലുകൾ അത് സഭയിൽ ചർച്ച കൂടാതെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടേണ്ടി വന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പൂർത്തിയാക്കി, സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്ന് പിരിയുകയായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ മാർച്ച് 3-ാം തീയതി മാത്രമാണ് സഭ ചേരുന്നത്. പക്ഷേ ഇതിനുശേഷം പുറത്തു വന്ന പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം, അതായത് എന്തുകൊണ്ട് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് ജനങ്ങളെ സാരമായി ബാധിച്ചൊരു വിഷയം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാതെ അവിടെ നിന്നും അത്തരത്തിലൊരു അവസരത്തിൽ നിന്നും ഒളിച്ചോടിയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി നൽകാൻ പോലും പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതും ഇതിന് പിന്നിലെ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കുന്നതായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല.